പയർ ദോശ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി 1/2 കപ്പ് പയർ, 1/2 കപ്പ് ചെറുപയർ പരിപ്പ്, 1/2 കപ്പ് ഇഡ്ഡലി റൈസ്, 1/2 ടീസ്പൂൺ ഉലുവയുമാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 3 മണിക്കൂർ വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം, 3 ചെറിയ വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളകും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്ത മാവിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ദോശമാവിൻ്റെ പാകത്തിന് ലൂസായിട്ട് കലക്കിയെടുക്കാം. അരച്ചെടുത്ത ഉടനെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. പുളിക്കാനായിട്ട് മാറ്റി വയ്ക്കേണ്ട ആവശ്യമില്ല. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 2 സ്പൂൺ മാവ് ഒഴിച്ച് വളരെ കട്ടി കുറച്ചൊന്ന് ചുറ്റിക്കാം. അതിൻ്റെ മുകളിലേക്ക് 1 സ്പൂൺ എണ്ണ ഒഴിക്കാം. ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് തുടങ്ങുമ്പോൾ തിരിച്ചിടാം. ഇതിൻ്റെ മുകളിലേക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നല്ലെണ്ണയോ ഒഴിക്കാം. എണ്ണ ഒഴിക്കാതെയും ഇത് നന്നായിട്ട് ചുട്ടെടുക്കാൻ പറ്റും. പയറും പരിപ്പും ഒക്കെ നന്നായിട്ട് ആ ഒരു പച്ചമണമൊക്കെ നന്നായിട്ട് മാറി കിട്ടാനായിട്ട് ഫ്ലെയിം ഒരു മീഡിയത്തിൽ തന്നെ വെച്ച് 2 സൈഡും തിരിച്ച് മറിച്ചിട്ടൊന്ന് മുരിച്ചെടുക്കാം.